പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഫുക്കറ്റിലെ ഡേ 2 ആണ്. ഹലോ കിറ്റി എന്ന് പറഞ്ഞ അടിപൊളി വണ്ടി, പല വെറൈറ്റീസ് ഓഫ് ഫുഡാണ് നമുക്ക്. റെഡ് ബുള്ള് കപ്ഷറഫിന്റെ കുപ്പി, സൂപ്പർ ടേസ്റ്റ്. താങ്ക് യു. അതിലുള്ള പപ്പടം പോലും ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ. ഇന്ന് രാവിലത്തെ പരിപാടി രാവിലെ എല്ലാം മണി 12 മോർണിംഗ്. അമ്മ അനിയത്തിയും കൂടെ 7-11 പോയി ഫുഡൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു. ആ ഫുഡൊക്കെ കഴിച്ചു. നമ്മളിനി ഇതാ വണ്ടി റെന്റ് എടുക്കാനാണ് പോകുന്നത്. ഇവിടെ അടുത്തെവിടെയെങ്കിലും വണ്ടി റെന്റ് എടുക്കാനുള്ള സംഭവം ഉണ്ടാവും നോക്കണം. സോ അങ്ങനെ പോയി വണ്ടി എടുത്തു. 2 വണ്ടിയാണ് നമ്മൾ എടുത്തത്. 2 വണ്ടിയും കൂടെ 900 ബാത്തായി. ഇതാണ് ഒരു വണ്ടി. ഇത് വേറൊരു വണ്ടി, ഹലോ കിറ്റി എന്ന് പറഞ്ഞ അടിപൊളി വണ്ടിയാണ്. ഇതുള്ള വണ്ടി എൻ്റെ വണ്ടി ഇതാ ഹോണ്ട ക്ലിക്സ്. രണ്ടും ഹോണ്ട വണ്ടിയാണ്. കാറൊന്നും നോക്കിയില്ല, കാറിനൊക്കെ നല്ല റേറ്റ് ആവും. ഇത് നമ്മൾ ആദ്യം പോകാൻ ഉദ്ദേശിക്കുന്ന വാട്ട്ചലോങ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇവിടെ നിന്ന് 7.9 കിലോമീറ്റർ ഉണ്ട്. 16 മിനിറ്റ് എടുക്കുമെന്നാണ് പറയുന്നത്. റൂമിന്റെ ഫ്രണ്ടിൽ തന്നെ പെട്രോൾ പമ്പ് ഉണ്ട്. അവിടെ പോയി പെട്രോൾ അടിക്കാം. പെട്രോളിനൊക്കെ ലിറ്റർ എത്ര രൂപയെന്നൊക്കെ നോക്കാം. അങ്ങനെ നമ്മൾ വാട്ട്ചലോങ് ടെമ്പിളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് ടെമ്പിളിന്റെ എൻട്രൻസ്. ഹോട്ടലിൽ നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്ററേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 10-15 മിനിറ്റിനകത്ത് എടുത്തോളൂ. പിന്നെ നമ്മൾ പെട്രോൾ അടിച്ച് ലിറ്ററിന് 36 ബാത്തേ ഇവിടെ പെട്രോളിനാവുന്നുള്ളൂ. നമ്മൾ അവിടുത്തെ 75 രൂപ അടുപ്പിച്ചാണ് ഇവിടുത്തെ 1 ലിറ്റർ പെട്രോളിനാവുന്നത്. നമ്മൾ 2 വണ്ടിക്കും കൂടെ 4 ലിറ്റർ പെട്രോൾ അടിച്ച് അകത്തോട്ട് പോയി നോക്കാം ഇതിന് ടിക്കറ്റ് വല്ലതും വേണോ അതോ ഫ്രീ എൻട്രി ആണോ എന്നൊക്കെ. ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാം. നമ്മൾ പുറത്താണ് വണ്ടി വെച്ചത്. ഇവിടെയാണെങ്കിൽ അവിടെ ഒരുപാട് ഗോപുരങ്ങൾ. ഇവിടെ ഒരു ഗോപുരം, ഇവിടെ ഒരെണ്ണം, അവിടെ അതാണെന്ന് തോന്നുന്നു മെയിൻ. ഇവിടെ ഒരെണ്ണമുണ്ട്. ഇതിനകത്തോട്ടൊന്നും കയറാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ഫ്രണ്ടിൽ ഒരു വിഗ്രഹമൊക്കെ ഉണ്ട്. മുകളിലൊരു ബുദ്ധൻ കണ്ടാ, ഒരു ബുദ്ധന്റെ പ്രതിമ പോലത്തെ സാധനം ഈ സ്ട്രക്ചർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ പള്ളിയൊക്കെ പോലെ ഉണ്ട്. ഈ ഏരിയ കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഈ വാട്ട്ചലോങ് ടെമ്പിൾ ആണ് ഫുക്കറ്റിലെ 1 ഓഫ് ദ ബിഗ്ഗസ്റ്റ് ടെമ്പിൾ. ഇത് 19th സെഞ്ചുറിയിലാണ് ഇത് ബിൽഡ് ചെയ്തത്. ഇതിന്റെ എൻട്രൻസ് ഒക്കെ ഇതാണ്. ചെരുപ്പൊക്കെ ഊരിയിട്ടാണ് കയറി പോകാൻ. വഴിപാടൊക്കെ ചെയ്യാൻ തോന്നുന്നു. ഫ്രണ്ടിൽ ഒരു പൂക്കടയൊക്കെ കണ്ട് വെടി വഴിപാടൊക്കെ ഇവിടെ ഉണ്ട്. പൈസ കൊടുത്ത് അവർ അതിനകത്തിട്ട് പടക്കമൊക്കെ പൊട്ടിക്കും, വെടിയൊക്കെ വെക്കും. ഇതിന്റെ എൻട്രി ഒക്കെ ഫ്രീ ആണ്. മോർണിംഗ് 7 to ഈവനിങ് 5 വരെ ഉണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് ബിജിലി പോലത്തെ എന്തോ സാധനമാണ് ഇട്ട് പൊട്ടിക്കണത്. ആ പടക്കം പൊട്ടിക്കാൻ പോകുന്നെന്ന് തോന്നുന്നു. ബിജലീര മാലപ്പടക്കം പോലത്തെ സംഭവമാണ് ഇതിനകത്തിട്ട് പൊട്ടിക്കുന്നത്. അതിന്റെ മുകളിലൊക്കെ കയറാൻ തോന്നുന്നു. അവിടെ ആളുകളൊക്കെ നിപ്പുണ്ട്. പിന്നെ ഈ വാട്ട്ചലോങ് ടെമ്പിളിൽ നിന്ന് നമുക്ക് ഇതാ ബിഗ് ബുദ്ധ കാണാൻ പറ്റും. അവിടെ ഇരിക്കുന്നുണ്ടോ, അതാണ് ബിഗ് ബുദ്ധ. നമ്മൾ ഇവിടെ കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ബിഗ് ബുദ്ധ വരെ ഒരു 12 കിലോമീറ്റർ എങ്ങാണ്ടുണ്ട്. ഇതാണ് ഇതിന്റെ എൻട്രൻസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിന്റെ അകത്ത് ചെരുപ്പൊക്കെ പുറത്ത് ഊരിയിട്ടാണ് കയറാനുള്ളത്. ഇതിനകത്ത് കയറിയപ്പോൾ ഫുള്ള് ബുദ്ധന്റെ പ്രതിമകളാണ്. പല ടൈപ്പിലുള്ള ബുദ്ധന്റെ പ്രതിമയാണ്. നമ്മുടെ 10-30 ബുദ്ധന്റെ പ്രതിമ വരെ വരുമെന്നാണ് തോന്നുന്നത്. എല്ലാ പ്രതിമയുടെ താഴെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. അവരെ തായ് ഭാഷയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഒന്നിലും ടച്ച് ചെയ്യില്ലെന്നൊക്കെ പ്രത്യേകം എന്തോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ജനലിന് വരെ നല്ല സ്ട്രക്ചറൊക്കെ ചെയ്ത് നല്ല കൊത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. ബുദ്ധന്റെ പടവും ആ ഒരു മരവും. ജനലിനൊക്കെ തന്നെ നല്ല വെയിറ്റും ഉണ്ട്. നല്ല തടി ജനലാണ്. ഈ പടിയിലെ കൈവരിയും എല്ലാം നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും ബുദ്ധബാനാണ്. ഇതുവഴിയാണ് മോളിൽ കയറി പോകുമ്പോൾ മൈൻഡ് യുവർ ഹെഡ്സ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഈ ബുദ്ധന്റെ പ്രതിമകളാണെന്നാണ് തോന്നുന്നത്. ഇവിടെയും ഫുള്ള് പ്രതിമകളാണ്. ഇവിടെ ചെറിയ പ്രതിമകളും ഉണ്ട്. എത്ര ഫ്ലോർ ഉണ്ടെന്ന് അറിഞ്ഞൂടാ. ആ മുകളിൽ പോയിരുന്ന ഒരു ഓപ്പണിംഗ് ഒക്കെ ഉണ്ട് പുറത്തോട്ട് നോക്കാനുള്ള. നമുക്ക് അവിടെയൊക്കെ കയറി പോയി നോക്കാം. പിന്നെ ഈ 2nd ഫ്ലോറിലാണ് ഈ പുറത്തോട്ടുള്ള ഒരു ഓപ്പണിംഗ് ഏരിയ. കണ്ടാ, നല്ല രസമുണ്ട്. ഇതിനകത്തും ഉണ്ട്, കയറാൻ പറ്റും. ഇവിടെ നിന്ന് പുറത്തോട്ടുള്ള വ്യൂ ഒക്കെ കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ കണ്ടില്ലേ ബിഗ് ബുദ്ധ ടെമ്പിൾ, അതാണ് ബിഗ് ബുദ്ധ ടെമ്പിൾ. എല്ലാത്തിന്റെ മുകളിലും കയറാൻ പറ്റില്ല. ഈ ഒരു ബിൽഡിങ്ങിന്റെ മണ്ടേ മാത്രം മുകളിൽ കയറാൻ പറ്റും. പിന്നെ ഇതിന്റെ തൊട്ടടുത്ത് ഒരു റിവർ ഉണ്ട്. അതുകൊണ്ട് ഏത് റിവർ ആണെന്ന് അറിഞ്ഞൂടാ. മാപ്പിൽ നോക്കിയപ്പോൾ അവരെ തായ് ഭാഷയിലാണ് എന്തോ എഴുതിയിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇവിടെ ലിമിറ്റഡ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ഇംഗ്ലീഷൊക്കെ അറിയാവൂ. നമ്മൾ പമ്പിൽ പോയപ്പോൾ മിക്കവരും അവരെ ഭാഷ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ എത്ര ലിറ്റർ പെട്രോൾ അടിക്കണമെന്നൊക്കെ കാൽക്കുലേറ്ററിലാണ് അടിച്ച് കാണിച്ചു കൊടുത്തത്. ഇതിന്റെ അകത്ത് ഗോപുരം പോലെ എന്തോ ആണ്. അവിടെ ചെറിയ ബുദ്ധന്റെ പ്രതിഷ്ഠയൊക്കെ ഉണ്ട്. എല്ലാവരും വന്ന് തൊഴയൊക്കെ ചെയ്യണം. ഇവിടെ ഒരു മണിയൊക്കെ കെട്ടിത്തൂക്കിയിരിക്കണം. ഇതിനകത്തും പൂജ എല്ലാം കാണുമെന്നാണ് തോന്നുന്നത്. പിന്നെ ഇവിടെ വരുമ്പോൾ എൻട്രി പാർക്കിംഗ് എല്ലാം ഫ്രീ ആണ്. പിന്നെ അവിടെ കുറെ മാർക്കറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് ബിഗ് ബുദ്ധ വരെ 8 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ മാപ്പിൽ നോക്കിയപ്പം ടെമ്പററി ക്ലോസ്ഡ് എന്ന് എഴുതിയിരിക്കും. എന്താണെന്ന് അറിഞ്ഞൂടാ. സമയം 2 വല്ലതും കഴിക്കണം. ഇവിടെ വല്ല കട വല്ല ഉണ്ടാകും നോക്കും അഫോർഡബിൾ റേറ്റിന്. അല്ലെങ്കിൽ 7-11 തന്നെ പോയി നോക്കാം. ഗൈസ്, ദോ അവിടെ കുറച്ച് ബുദ്ധിസ്റ്റ് ഒക്കെ പോകണം. ആ ഒരു മണ്ഡപത്തിലോട്ടാണ് അവർ പോകുന്നത്. അവിടെ എന്തോ പ്രെയർ ഉണ്ടെന്നാണ് തോന്നുന്നത്. അതിന്റെ മുകളിൽ നിന്നപ്പോ കണ്ട കുളം ഇതാണ്. ഇതുവഴി താഴെ ഇറങ്ങി കാലൊക്കെ നനയ്ക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഒരുപാട് മീനൊക്കെ ഉണ്ട് ഈ പോണ്ടിൽ. ഇവിടെ നിന്ന് ഈ പോണ്ട് കാണാൻ നല്ല രസമുണ്ട്. ഇതോ അതൊക്കെ റെസ്റ്റോറൻറ്റ്സ് ആണ്. മമ്മി ഇറങ്ങണില്ല. മമ്മി ഇതോ മുകളിൽ തന്നെ നിൽക്കുന്നു. ഇങ്ങോട്ട് വരണില്ലേ? പിന്നെ അവിടെ ഒരുപാട് പ്രാവൊക്കെ ഉണ്ട്. ആളുകൾക്ക് വന്നിരുന്ന് റിലാക്സ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആളുകൾ ഇവിടെ നിന്ന് പ്രാവിനെ ഫീഡൊക്കെ ചെയ്യുന്നുണ്ട്. കണ്ടാ, അവിടെ ഫ്രണ്ടിലാണെങ്കിൽ ഒരു കടയുണ്ട്. ആ കടയിൽ മീൻ കിട്ടും. അവിടുന്ന് മീൻ വാങ്ങിച്ചിട്ട് ഇവിടെ കൊണ്ട് ഒഴുക്കി വിടാം മീനിനെ. ഇവിടുത്തെ റിച്വലാണ്. പിന്നെ ഈ വാട്ട്ചലോങ്ങിന്റെ അടുത്തൊക്കെ തന്നെ ഇവിടെ ഒരുപാട് കടയൊക്കെ ഉണ്ട്. ഡ്രസ്സസ്, ഫുഡ്, സ്നാക്സ്, ഒരുപാട് ഐറ്റങ്ങളൊക്കെ ഉണ്ട്. ടോപ്പ്, ഷോള്. ആ ടോപ്പൊക്കെ 150 ബാത്ത്, 250 ബാത്ത്, 100 ബാത്തിന് ഷോർട്സ് ഉണ്ട്. ലേഡീസിൻ്റെതാണ് ഇതൊക്കെ. പിന്നെ ഇതിന്റെ അടുത്ത് ടോയ്ലറ്റ് ഉണ്ട്. ടോയ്ലറ്റ് ജെന്റ്സും ലേഡീസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ട, ഈ വാട്ട്ചലോങ്ങിന്റെ ഫ്രണ്ടിൽ ഒരു ഏഷ്യന്റ് വാളുണ്ട്. പണ്ട് കാലത്ത് നിർമ്മിച്ച ഒരു വാളാണ്. ആ പഴമ അതേപോലെ കാത്തു സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. കണ്ട, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ മീനിനെയാണ് അവിടെ വാങ്ങിച്ചിട്ട് കൊടുക്കുന്നത്. മീന് ഒരു നീളമുള്ള മീനാണ്. ഹൗ മച്ച്?
108. പാമ്പ് പോലത്തെ എന്തോ ഒരു സംഭവം, മീന്, തവള എല്ലാം അവർ പിടിച്ച് കവറിനകത്താക്കി ഇട്ടിട്ടുണ്ട്. അവരിതാ വണ്ടിയിൽ പോകാൻ വേണ്ടി റെഡി ആയിരിക്കുന്നുണ്ട്. ഈ വണ്ടി കൊള്ളാമല്ലേ, അല്ല പിങ്ക് വണ്ടിയുടെ മാച്ചിന് പിങ്ക് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഹോണ്ടയുടെ വണ്ടിയാണ്, ഇത് 2 ഹോണ്ടയുടെ വണ്ടിയാണ്. അപ്പോൾ നമുക്ക് നേരെ 7-Eleven പോയി വല്ലതും കഴിച്ചിട്ട് ബിഗ് ബുദ്ധയിലോട്ട് പോകും. ആ വാട്ട്സലവിന്റെ തൊട്ടടുത്ത് ഒരു 7-Eleven ഉണ്ടായിരുന്നു. ഇതാണ് 7-Eleven. ഇതിനകത്തുനിന്ന് എന്തൊക്കെ കഴിക്കാൻ കിട്ടുമെന്ന് നോക്കാം. പല 7-Eleven വരുമ്പോൾ പല വെറൈറ്റീസ് ഓഫ് ഫുഡാണ് നമുക്ക് കിട്ടുന്നത്. എല്ലായിടത്തും ഒരേ സാധനം കിട്ടാൻ പാടാണ്. കണ്ട ഓറിയോ വലിയ ട്രെയിൻ പാക്ക് ഒക്കെ ഇരിക്കണം. എല്ലാം ഫ്രോസൺ ഐറ്റമാണ്. ഇതൊക്കെ ഇന്നലെ ഉച്ചയ്ക്ക് കഴിച്ച് ഇതുപോലത്തെ ഐറ്റങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ വന്നപ്പോൾ കണ്ടതാണ് ചക്ക, 37 ബാത്ത്. ഇതിനകത്ത് 5 എണ്ണം ഉണ്ട്. ഇതാ മാങ്ങ, പഴുത്ത മാങ്ങയും ഉപ്പും മുളകും. ഇതാണ്ട് പച്ച മാങ്ങയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതാണ് പച്ച മാങ്ങയും ഉപ്പും മുളകും. ഇതിന് 27 ബാത്ത്. കേക്ക്, ചീസ് കേക്ക് ആണെന്ന് തോന്നുന്നു. ഇതിന് 39 രൂപ. റെഡ് ബുള്ള് കപ്സറഫിന്റെ കുപ്പിയിൽ. ഇത് പ്ലാസ്റ്റിക് കുപ്പിയല്ല, കണ്ണാടി കുപ്പി. പിന്നെ ഡ്രിങ്ക് ഒക്കെ ഉണ്ട്, മെരിൻഡ, ഫാൻഡ, സ്പ്രൈറ്റ്, ഇതാ വെള്ളക്കളർ. അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ലഞ്ച് എല്ലാം കൂടെ വാങ്ങിച്ച് 252 രൂപയായി. എന്തൊക്കെ ആയിട്ട് എല്ലാം ചൂടാക്കാൻ കൊടുത്തിരിക്കുകയാണ്. എല്ലാവരും ചൂടാക്കി തരും. ഇതിൻ്റെ കൂടെ ഒരു ഡ്രിങ്ക് ഒക്കെ കിട്ടി. എക്സ്പ്രസോ ലാറ്റയൊക്കെ പറഞ്ഞു. അത് നമ്മൾ കവറിലാക്കി തന്നിട്ടുണ്ട്. എല്ലാം ചൂടാക്കി കിട്ടി നമുക്ക് പുറത്ത് പോയിരുന്ന് കഴിക്കാം. സോ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നേരത്തെ നമ്മൾ വന്നിട്ട് വാട്ട്സലോ, അതിന്റെ അടുത്ത് തന്നെ ഒരു സ്ഥലമുണ്ട്. ഈ 7-Eleven ഇതിന്റെ തൊട്ടടുത്തായിരുന്നു. നമുക്ക് മാപ്പ് കാണിച്ചതെന്ന് വെച്ചാൽ കുറച്ച് കറങ്ങിയാണ് കാണിച്ചത്. ഓക്കെ, നമ്മൾ വാങ്ങിച്ചത് എന്താണെന്ന് വെച്ചാൽ ബ്രെഡ്, ഇത് സാൻഡ്വിച്ച് ആണ്. ഇത് സ്റ്റിർ ഫ്രൈഡ് ചിക്കൻ ആൻഡ് ഗാർലിക് വിത്ത് റൈസ് ആണ്. ലാറ്റെ വാങ്ങിച്ച്, കോഫി അത് നമ്മൾ കുടിച്ച്. നമ്മുടെ ബ്രെഡ് സൂപ്പറാണ്. എയർപോർട്ടിൽ വെച്ച് നമ്മൾ ഇത് വാങ്ങിച്ച് കഴിച്ച് നല്ല ഇഷ്ടപ്പെട്ടു. ടോസ്റ്റ് ചെയ്ത ബ്രെഡിനകത്ത് ബട്ടറിന്റെ സോസ് ഒക്കെ ഒഴിച്ച് തന്ന സാധനം, കിടിലൻ സാധനമാണത്. ഇത് കിടിലൻ സാധനം. ബട്ടറിന്റെ ടേസ്റ്റ് ഒക്കെ എടുത്ത് അടിപൊളിയായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ഗ്രിൽഡ് സാൻഡ്വിച്ച്, നമ്മുടെ ഫ്രൈഡ് ചിക്കൻ്റെ ഒക്കെ ഒരു ടെക്സ്ചറാണ്. കഴിച്ചു നോക്കാം. ചിക്കൻ സാൻഡ്വിച്ച് ആണ്, അകത്ത് ചീസൊക്കെ ഉണ്ട്. ഇതും കൊള്ളാം, അടിപൊളി സാധനം, നല്ല സൂപ്പർ ടേസ്റ്റ്. എസ്പ്രസോ ലാറ്റെ നല്ല ടേസ്റ്റാണ്. ഞാൻ നേരത്തെ കുടിച്ചു. നമുക്ക് ഈ സംഭവം കഴിച്ചു നോക്കാം. ചിക്കനാണിത്, പിന്നെ റൈസും. ഇതും കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ വാങ്ങിച്ച എല്ലാ സാധനവും കൊള്ളാം. നമ്മൾ രാവിലെ വാങ്ങിച്ച സാധനത്തിൽ ഒരു സാധനം ഫ്ലോപ്പായിരുന്നു. ഇന്നലെ വാങ്ങിച്ച സാധനം ഒരു സാധനം ഫ്ലോപ്പായിരുന്നു. ഇന്നത്തെ എല്ലാം കൊള്ളാം. സോ ഗായ്സ്, അങ്ങനെ നമ്മൾ ബിഗ് ബുദ്ധയിൽ പോയില്ല. അവിടെ അന്വേഷിച്ച് നോക്കിയപ്പോൾ ടെമ്പററി ക്ലോസ്ഡ് എന്നാണ് പറഞ്ഞത്. നമ്മൾ പാലായി ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ വലിയ തുറയൊക്കെ പോലെയാണ് സംഭവം. ഇതൊരു ഫുൾ ബീച്ചാണ്. ബീച്ചിന്റെ അടിയിൽ കൂടെ ഒരു പാലം. അങ്ങ് അറ്റത്ത് പോയിട്ട് അവിടെയൊക്കെ നോക്കാൻ പറ്റുന്നു. അതുകൊണ്ട് ഇവിടെ കുറെ ബോട്ടൊക്കെ കിടപ്പുണ്ട്, വഞ്ചിയൊക്കെ ഉണ്ട്. പൈസ കൊടുത്താൽ വഞ്ചിയിൽ അങ്ങോട്ടായിട്ട് കൊണ്ടുപോകുമെന്ന് അറിഞ്ഞൂടാ. അങ്ങോട്ട് നടന്നു പോയിട്ട് വന്നിട്ട് തിരിച്ച് ഇവിടെ ഒന്ന് അന്വേഷിച്ച് നോക്കാം. വഞ്ചിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലച്ചിലറ കൊടുത്താൽ പോകാൻ പറ്റുമെന്നൊക്കെ. ഓക്കെ, ഇപ്പോഴത്തെ ക്ലൈമറ്റ് കൊള്ളാം. വലിയ വെയിലൊന്നും ഇല്ല. ഫുള്ളൊരു മൂടി കെട്ടിയ അവസ്ഥയാണ്. അത് നല്ലതാണ്. അല്ലെങ്കിൽ വെയിലടിച്ച് ഫുള്ള് പണിയാനെ. അതുകൊണ്ട് വലിയ തളർച്ചയില്ല. അങ്ങനെ ഈ പാലത്തിന്റെ അറ്റത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്, ആളുകളൊക്കെ ഇരിക്കുന്നതാണ്. ഇവിടെ നിന്ന് താഴോട്ടൊക്കെ ഇറങ്ങാൻ പറ്റും. കണ്ട വെള്ളമൊക്കെ നല്ല പച്ച കളർ വെള്ളം. 2 ബോട്ടൊക്കെ ഇവിടെ ഇരിക്കുന്നതാണ്. അത്ര ലോക്കൽ ആളുകളുടെ ബോട്ടായിരിക്കും. അവിടെ 2 പേര് ബോക്സ് ചെയ്യണതാണ്. കണ്ട, എനിക്ക് തോന്നുന്നത് അങ്ങോട്ട് ബോട്ട് ക്ലബ്ബാണെന്ന്. ഒരുപാട് ബോട്ടുകളൊക്കെ അവിടെ നിർത്തിയിട്ടിരിക്കുന്നതാണ്. കണ്ടോ, ബോട്ട് യാട്ടൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അവിടെ നിറച്ച് ബോട്ടുകളാണ്. അങ്ങോട്ട് ഏത് വഴി പോകുമെന്ന് അറിഞ്ഞൂടാ. മാപ്പിൽ നോക്കി വെക്കാം. പറ്റുമെങ്കിൽ അങ്ങോട്ടും കൂടെ പോയി നോക്കാം. ഈ പാലത്തിൽ നിന്നാലും ബിഗ് ബുദ്ധ കാണാൻ പറ്റും. ആ കാണുന്നത് തന്നെ, അതാണ് ബിഗ് ബുദ്ധ. അത് ഏതോ ഒരു മലയുടെ മുകളിലാണ്. വലിയ പൊക്കമുള്ള മലയൊന്നുമില്ല, ചെറിയ പൊക്കമുള്ള മലയാണ്. ടെമ്പററി ക്ലോസ്ഡ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങോട്ട് പോകാത്തത്. മാപ്പിലൊക്കെ നോക്കിയപ്പോൾ കുറെ റിവ്യൂ ഒക്കെ താഴെ കണ്ടു. 1 വീക്കിനകത്തുള്ള ഒരു റിവ്യൂ ഉണ്ട്, കറന്റ്ലി ക്ലോസ്ഡ് എന്ന് പറഞ്ഞു. ഇനി അടുത്തത് എങ്ങോട്ടാണെന്ന് നമുക്ക് പോയി ഒന്ന് തീരുമാനിക്കണം. ഇവിടെ അടുത്ത് ഇതേപോലെ ബീച്ചാ, ഇതേപോലത്തെ നല്ല സ്ഥലങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഇനി അടുത്ത് അങ്ങോട്ട് പോകണം. സോ അങ്ങനെ നമ്മൾ ബീച്ചിൽ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ഒരു മോളുണ്ട്. മോളിന്റെ ഫ്രണ്ട് ഒക്കെ അടിപൊളി. ഇതാ ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. റോബിൻസൺ മാൾ എന്നാണ് ഈ മാളിന്റെ പേര്. എൻട്രൻസ് ഒക്കെ അടിപൊളിയാണ്. പാർക്കിംഗ് ലോട്ടൊക്കെ കണ്ട, ഫ്രണ്ടിൽ ഒരുപാട് വലിയ പാർക്കിംഗ് ലോട്ട് തന്നെ ഉണ്ട്. അതിനകത്ത് അവിടെ എന്തോ നൈറ്റ് മാർക്കറ്റ് എന്തോ നടക്കുകയാണ്. നമുക്ക് ഫസ്റ്റ് ഈ മാളിന്റെ അകത്ത് കയറിയിട്ട് തിരിച്ച് അങ്ങോട്ട് പോകാം. സംഭവം ഇവിടെ പാർക്കിംഗ് ഒക്കെ ഫ്രീ ആണ് കേട്ടോ. നമ്മൾ അവിടുത്തെ മാളുകളെ പോലെ അല്ല, പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും പാർക്കിംഗ് എല്ലാം ഫ്രീ ആണ്. ഇതാണ് എൻട്രൻസ്. ഇതിനകത്ത് സ്റ്റാർബക്സ്, KFC ഒക്കെ ഉണ്ട്. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് മാളിൽ ഫുള്ള് സെയിലാണെന്ന് തോന്നുക. 20%, 50%, 40% സെയിലെന്നും പറഞ്ഞു. നമുക്ക് എത്ര രൂപയ്ക്ക് ആണെന്ന് നോക്കാം. നമ്മൾ അവിടത്തെക്കാട്ടി വില കുറവാണെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കാം. നമുക്ക് നോക്കി നോക്കാം. കാരണം ഇവിടെ ചെരുപ്പ് കിടക്കണം 199 ബാത്ത് എന്ന് പറയുമ്പോൾ ഒരു 500 രൂപ, 510 രൂപയൊക്കെ വരും ഈ ചെരുപ്പ്. നമ്മളവിടെ ഇതൊക്കെ തന്നെ റേറ്റ്. നമ്മളവിടെ 300 രൂപയൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു ഈ ചെരുപ്പൊക്കെ. കണ്ടാ, വലിയ വില കുറവൊന്നുമില്ല. നമ്മൾ അവിടുത്തെ പോലെയൊക്കെ തന്നെ വില. ഓഫറൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ 2000 ബാത്തിന് സാധനം 1000 ബാത്തിനൊക്കെ കിട്ടും. ഇവിടെ ക്രിസ്മസ് ആയതുകൊണ്ട് നല്ല അലങ്കരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ നിൽക്കുന്ന എല്ലാവരും മറ്റേ ക്രിസ്മസിന്റെ ബോയൊക്കെ വെച്ചിട്ടുണ്ട്. മുകളിൽ മറ്റേ ഫൺ ടൂറ പോലത്തെ സ്ഥലമാണെന്ന് തോന്നുന്നു. ഫുഡ് ഹൗസ്. മുകളിലാണ് ഫുഡ് കോർട്ട്. ഇവിടെ എന്തൊക്കെ ഫുഡൊക്കെ ഉണ്ടെന്ന് നോക്കാം നമുക്ക്. ഫുഡ് കോർട്ടൊക്കെ നല്ല കാണാൻ നല്ല രസമുണ്ട്. എല്ലാവരും മിനിമലിസ്റ്റിക് കളറും ഒരു പിൻട്രസ്റ്റിക്കൽ വൈബ്. കണ്ട, ഈ മാളിന്റെ ഇന്റീരിയർ ചെയ്തിരിക്കുന്ന എല്ലാം ലൈറ്റ് കളേഴ്സ് വെച്ചാണ്. പച്ച, മഞ്ഞ, ബേജ്, റോസ്. കണ്ട, കാണാനൊക്കെ നല്ല രസമുണ്ട്.
പിന്നെ ഫ്രണ്ടിൽ കുറെ 190, 150 എന്നും പറഞ്ഞുകൊണ്ടൊക്കെ സെയിലെന്നും പറഞ്ഞുകൊണ്ട് 150 എന്ന് പറയുമ്പോൾ ഒരു 320 രൂപ 320 രൂപയ്ക്ക് ഈ ബനിയനെ കിട്ടും. ഈ നമ്മളവിടെയും കിട്ടും 320 രൂപയ്ക്ക് ഇതൊക്കെ. ഇത് കൊള്ളാം 100 രൂപയ്ക്ക്. 100 എന്ന് പറയുമ്പോൾ 210 രൂപ. പക്ഷേ 210 രൂപയ്ക്ക് ഈ ബനിയൻ കൊള്ളാം. സോ നമ്മൾ മാളിൽ നിന്ന് ഇറങ്ങി ഇതാ ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇതാണ്ട് ഇവിടെ ഒരുപാടുണ്ട്. ഇവിടെ നമുക്കൊന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, ഇവിടെ ആണെങ്കിൽ വേഫേഴ്സ് ദോശ പോലെയൊക്കെ ചുട്ടെടുക്കണം. എത്ര രൂപയെന്ന് നോക്കി വെക്കാം. ദോശമാവ് പോലെ കട്ടി കുറഞ്ഞൊരു മാവാണ് അവരെടുത്ത് ഒഴിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയാണ് അവരുണ്ടാക്കുന്നത്? എങ്ങനെയുണ്ട്? ഇതാണ് സാധനം, നൈസ് സാധനം. മധുരമുള്ള പപ്പടം പോലെ ഇരിക്കണം. കട്ടി നല്ല കുറവ്. കാരമലിൻ്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ട്, എടുത്തറിയാൻ പറ്റും. നമ്മളിതാ ഇത് പറഞ്ഞ എടുക്കുകയാണ്. മസാല ദോശയൊക്കെ പോലെ ഒരു ടെക്സ്ചറാണ്. അതുപോലെയൊക്കെ തന്നെ ഇരിപ്പുണ്ട്. ഇതിൻ്റെ പേര് അറിഞ്ഞൂടാ, നമുക്ക് അവിടെ പോയി ചോദിച്ചിട്ട് വരാം എന്താണ്. ക്രിസ്പി ബട്ടർ എന്നാണ് ഇതിൻ്റെ പേര്. അടിപൊളി സാധനം. ഗൈസ്, ദിസ് ഈസ് മോച്ചി. ചോക്ലേറ്റ് ന്യൂട്രല്ല മോച്ചിയാണിത്. കഴിച്ചു നോക്കാം. കുഴപ്പമില്ല, റബ്ബർ പോലെയൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനല്ലേ, കുഴപ്പമില്ല. അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് നമ്മൾ വേറൊരു ഗ്രില്ലിന്റെ ഏരിയ ഉണ്ട്. ഒക്ടോപ്പസ് ഫുഡ് എല്ലാം എന്താ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. മമ്മിക്ക് ഏതോ ഒരെണ്ണം വേണമെന്ന് പറയണം. ഏതോ മമ്മി വേണ്ടത്? അത് ഒക്ടോപ്പസ് ആണ്. അവർ ഗ്രില്ല് ചെയ്ത് ചൂടാക്കി സെറ്റാക്കി തരും. എന്താ നമ്മളെ സാധനം കിട്ടിയിട്ടുണ്ട്. കഴിച്ചു നോക്കാം. ലാവി വറക്കണം. അതിൽ സോസൊന്നും ഒഴിച്ചില്ലേ? എങ്ങനെയുണ്ട്? ഇതിന്റെ പേര് കലമാരി എന്നാണ് അവൻ പറഞ്ഞത്. എന്തായാലും കുറച്ച് കലമാരി കഴിച്ചു നോക്കാം. നമ്മളെ കണവയൊക്കെ പോലെ തന്നെ ഇരിക്കും. ഇവിടെ വേറൊരു കട ഉണ്ട്. ഫുൾ ബ്രോസ്റ്റ് ആണ്. ചെമ്മീൻ ബ്രോസ്റ്റ് ഉണ്ട്, ചിക്കൻ ബ്രോസ്റ്റ് ഉണ്ട്, പലതരം ബ്രോസ്റ്റ് ഉണ്ട്. ഏത് വേണം? ഹലോ, ദിസ് വൺ. അപ്പോൾ ഇന്നത്തെ ഡിന്നർ ഫുള്ള് നമ്മളെ സ്ട്രീറ്റ് ഫുഡാണ് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിക്കുന്നത്. സെറ്റ് ചെയ്ത് വെച്ചിരിക്കണതാണ് കേട്ടോ. നമ്മൾ പറയുമ്പോൾ അതെടുത്ത് ചൂടാക്കി തരും. ഇതോ അവിടെ എണ്ണയിലിട്ട് ചൂടാക്കണതാണ്. സാധനം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് എവിടെയെങ്കിലും കൊണ്ട് വെച്ച് കഴിച്ചു നോക്കാം. ഇതാണ് നമ്മുടെ ഫ്രൈഡ് സ്ട്രിംപ്. ഇത് നമ്മുടെ മയണൈസ് ആണെന്ന് തോന്നുന്നത്. കൊള്ളാം, സൂപ്പർ ടേസ്റ്റ്. 80 രൂപയ്ക്ക് 6 അടിപൊളി സാധനം. സ്റ്റീംഡ് ഫിഷാണ് ഇതെല്ലാം. 35 ബാത്താണ് ഇതിൻ്റെയൊക്കെ റേറ്റ്. പല ടൈപ്പ് ഫിഷ് ഉണ്ട്. ഗായ്സ്, നമ്മുടെ നാട്ടിലെ ഷവർമ അല്ല, ഇത് ഷവർ ബണ്ണാണെന്ന് തോന്നുന്നു. ബണ്ണിനകത്ത് ഷവർമ സെറ്റ് ചെയ്ത് തരുന്നത് കണ്ടാ. ഗായ്സ്, നമ്മൾ നാട്ടിൽ പോയിട്ട് ഒരു ഷവർമ ഷോപ്പ് സെറ്റ് ചെയ്യാനുള്ള പ്ലാനിലാണ് അല്ലേ? എല്ലാം സെറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. ഹൗ മച്ച്? ആ സാധനത്തിന് 120 ബാത്താണ് റേറ്റ്. ചിക്കനൊക്കെ അത് അവിച്ചിട്ടിരിക്കുന്നത്. എത്ര രൂപയാണ്? ചിക്കൻ ഹാഫിന് 100 ബാത്ത്, ഫുള്ളിന് 200 ബാത്തായിരിക്കും. അവിച്ച ചിക്കൻ പ്ലസ് റൈസ് ഉണ്ട്. ചെറിയ ചെറിയ പോർഷൻ ഉണ്ട്. ഈ പോർഷനൊക്കെ 50 ബാത്താണ്. ലെഗ്, ചെസ്റ്റ്, ബ്രസ്റ്റ് പീസൊക്കെ അത് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഭയങ്കര വെള്ളം താകാം. നമുക്ക് ഈ നാരങ്ങയുള്ള ഒരു ഗ്ലാസ് വാങ്ങിച്ച് കുടിക്കാം. ബിഗ് 50 ബാത്ത്. ആ വലിയ ഗ്ലാസ്സിന് 50 ബാത്താണ് വില. ഇവിടെയും QR പേയ്മെന്റ് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഗൂഗിൾ പേ ഒന്നും അല്ലെന്ന് തോന്നുന്നു. അവരുടെ എന്തോ ഒരു ആപ്പാണ്. വാട്ട് ഈസ് ദിസ്? Water and ഹണി. ഓ, വാട്ടറും ഹണിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കണതാണിത്. ലൈം. ഓക്കെ, അതിനകത്ത് ലൈം ഒഴിക്കുന്നു. ഐസ് ഉള്ളി ലെസ് ഐസ്, മോർ വാട്ടർ പ്ലീസ്. ആ ഓക്കെ. അപ്പം വാട്ടർ എക്സ്ട്രാ. വാട്ടർ നോർമൽ വാട്ടർ? നോ. അപ്പം ഐസ്. it's good, sir. ആ, ഫുൾ ഐസ്. A little sweet. ആ ഓക്കെ. ആ വെള്ളം തരൂലെന്നാണ് പറഞ്ഞത്. ഹണി. ആ ഓക്കെ. ആഡ്. ഓക്കെ. Good. താങ്ക് യു. അവരിവിടെ പോയി ഇരുന്ന് കുടിക്കാം നമുക്ക്. സോ അങ്ങനെ നമ്മൾ ഇവിടെ നിന്നൊരു ഫുഡ് മസാജ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, എനിക്കും അനിയത്തിക്കാണ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അമ്മയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞു. 300 ബാത്ത്. എനിക്കും അനിയത്തിയും കൂടെ 600 ബാത്ത്. ഓക്കെ, ആദ്യം അവർ കാലൊക്കെ തേച്ച് കഴിയും. അവിടെ കൊണ്ടിരുത്തിയാണ് കാലൊക്കെ തേച്ച് കഴിയണം. തേച്ച് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുകയാണ്. ഇനി അകത്തു നിന്നാണ് മസാജ് എന്നാണ് തോന്നുന്നത്. അമ്മയ്ക്ക് മസാജ് ഒന്നും വേണ്ടെന്നല്ലേ? എന്ത് അമ്മയ്ക്ക് മസാജ് വേണ്ട, ഫേഷ്യൽ മതിയാണ്. ഫേഷ്യൽ ചെയ്യാൻ പോകണം. അപ്പം മസാജൊക്കെ ചെയ്ത് കാണും. മസാജൊക്കെ കഴിഞ്ഞിരുന്നു. മസാജ് കഴിഞ്ഞതാ നമുക്ക് ചൂടുവെള്ളമൊക്കെ തന്ന് സൂപ്പർ മസാജ്. ഗ്രീൻ ടീ ആണെന്ന് തോന്നുന്നു. തായ്ലൻഡിൽ വന്ന ഒരു തായ് മസാജ് എന്തായാലും ചെയ്തേക്കണം. മമ്മീൻ്റെ അടുത്ത് ചെയ്യാൻ പറഞ്ഞിട്ട് മമ്മി ചെയ്യുന്നില്ല. കാലിലെ വേദന എല്ലാം മാറി. സൂപ്പർ, അടിപൊളി. 300 ബാത്തേ ഉള്ളൂ. 300 ബാത്ത് എന്ന് പറയുമ്പം ഒരു 620, 630 രൂപ. സൂപ്പർ. ഞാൻ വീണ്ടും പറയാണ്, തായ്ലൻഡിൽ വന്നാൽ എന്തായാലും ഒരു മസാജ് ചെയ്തിരിക്കണം. സൂപ്പർ, അടിപൊളി. നമുക്ക് ആയത് 300 ബാത്താണ്. 300 ബാത്തിന് 60 മിനിറ്റ് ലെഗ് മസാജും
പിന്നെ 5 മിനിറ്റ് ഹെഡ്, ഫേസ്, ഷോൾഡർ എല്ലാം 5 മിനിറ്റ് വെച്ച് സൂപ്പർ അടിപൊളി. എന്റെ ഫ്രണ്ടിൽ തന്നെ അതാ മസാജ് എത്ര രൂപയെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. 30 മിനിറ്റ്, 60 മിനിറ്റ്. നിങ്ങൾക്ക് ചോദിച്ചാൽ അവരെന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് തരും. അപ്പൊ ശരി ഗായ്സ്, നമുക്ക് റൂമിൽ പോയിട്ട് ഇന്നത്തെ ടോട്ടൽ എക്സ്പെൻസ് എത്ര ആയി എന്നൊക്കെ നോക്കാം. സോ നമുക്കിന്നെല്ലാം കൂടെ ചിലവായത് 2349 ബാത്താണ്. ഇന്ത്യൻ റുപ്പി വരുമ്പോൾ ഒരു 5750 രൂപയൊക്കെ വരും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് 256, സ്കൂട്ടർ എന്റെ അടുത്ത് 3 ദിവസത്തേക്ക് 900 ബാത്ത്, പിന്നെ പെട്രോൾ 1 ലിറ്ററിന് 36 രൂപയാണ്. അങ്ങനെ നമ്മൾ 4 ലിറ്റർ അടിച്ച് 146 ബാത്തായി. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചത് 286. പിന്നെ വൈകുന്നേരം നമ്മൾ സ്ട്രീറ്റ് ഫുഡാണ് കഴിച്ചത്, അതെല്ലാം കൂടെ 175. പിന്നെ രാത്രി ഞാനും അനിയത്തിയും കൂടെ മസാജ് ചെയ്ത് 600. അങ്ങനെ എല്ലാം കൂടെ 249 ബാത്താണ് ആയത്. ഇന്ത്യൻ റുപ്പി വരുമ്പോൾ 5756 രൂപ. ഇന്നലെ പിന്നെ മസാജ് ഒക്കെ ചെയ്തുകൊണ്ടും വണ്ടിയൊക്കെ റെന്റ് എടുത്തുകൊണ്ടാണ് ഈ ഒരു എമൗണ്ട് ആയത്. സോ നാളെ നമ്മൾ ചെക്ക്ഔട്ട് ആണ്. ഇപ്പൊ നിൽക്കുന്ന റൂമിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്തിട്ട് വേറെ റൂം, അത് ഇവിടെ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ ഉണ്ട്. വണ്ടി ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അവിടെ ചെന്നിട്ടാണ് ഇനി ബാക്കി സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ. വണ്ടി റെന്റ് എടുത്ത് നമ്മൾ അധികം ഓടിയൊന്നുമില്ല. നാളെ കുറച്ച് ദൂരമുള്ള സ്ഥലത്തൊക്കെ പോകാമെന്ന് വിചാരിച്ചു. സോ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്തൊരു വീഡിയോ കാണാം. ബൈ.